ചോറിൻ്റെ കൂടെ പുളിങ്കറി ഉണ്ടാക്കി കഴിക്കുന്നവരാണെങ്കിൽ ഇതുപോലെ ഒരു പുളിങ്കറി ഒരിക്കലെങ്കിലും കഴിച്ചിരിക്കണം. വ്യത്യസ്ത രീതിയിൽ ഉണ്ടാക്കുന്ന ഈ കറി വളരെ ടേസ്റ്റിയുമാണ്, ഹെൽത്തിയുമാണ്. നിങ്ങൾ ആരും ഇതുപോലെ ഒരു പുളിങ്കറിയും ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ മുതിര കൊണ്ടാണ് ഈ പുളിങ്കറി ഉണ്ടാക്കുന്നത്. ഒരു കപ്പോളം മുതിര ഞാൻ എടുത്തിട്ടുണ്ട്. അതെൻ്റെ കപ്പിൻ്റെ അളവിലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഏകദേശം 100 ഗ്രാമോളം കാണും. അതൊരു കുഴിവെള്ള പാത്രത്തിലിട്ട് 3-4 പ്രാവശ്യം കഴുകിയതിന് ശേഷം വെള്ളം കളഞ്ഞെടുത്ത് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിത് കുതിർത്താതെയാണ് വേവിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുതിർത്തിയും വേവിച്ചെടുക്കാം. ഇതിലേക്ക് വേകാനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. കുതിർത്താതെ വേവിക്കുന്നത് കൊണ്ട് 4 ഇരട്ടി വെള്ളമാണ് ചേർക്കേണ്ടത്. ഞാൻ എടുത്ത കപ്പിൽ തന്നെ 4 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട്. കുതിർത്തി വേവിക്കുന്നവരാണെങ്കിൽ 2 കപ്പ് വെള്ളം ചേർത്താൽ മതി. ഇനി കുക്കർ അടച്ച് നന്നായിട്ട് വേവിച്ചെടുക്കണം. നല്ല പഞ്ഞി പോലെ വേവിച്ചെടുക്കണം. പുളിക്ക് വേണ്ടിയിട്ട് വാളംപുളിയാണ് ചേർക്കുന്നത്. ഒരു നെല്ലിക്ക വലിപ്പത്തിൽ വാളംപുളി എടുത്തിട്ട് നേരെ ചൂടുവെള്ളം ഒഴിച്ച് വെക്കുകയാണെങ്കിൽ നല്ല കൊഴുത്ത രൂപത്തിൽ നമുക്കിത് പിഴിഞ്ഞെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു കടായി ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് നന്നായിട്ട് പൊട്ടിക്കുക. കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഇതിലേക്ക് വറ്റൽമുളക്, 1/2 ടീസ്പൂൺ ഇഞ്ചി പൊടിയായി അരിഞ്ഞത്, 1/2 ടീസ്പൂൺ വെളുത്തുള്ളി പൊടിയായി അരിഞ്ഞതും കൂടി ചേർത്തൊന്ന് വഴറ്റി കൊടുക്കാം. ഒത്തിരി കരിഞ്ഞു പോകാതെ നോക്കണം. ചട്ടി നന്നായിട്ട് ചൂടായി ഇരിക്കുകയാണെങ്കിൽ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ചെയ്താലും മതി കേട്ടോ. ഇതിലേക്ക് ഒരു വലിയ പച്ചമുളക് 2ആയി കട്ട് ചെയ്തതും 10-12 ചെറുള്ളി വട്ടത്തിൽ അരിഞ്ഞതും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുത്ത് ചെറുള്ളിയൊക്കെ നല്ല ചുവന്ന് വരുന്ന സമയത്ത് ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. ചെറുള്ളി ഇതുപോലെ മുരിഞ്ഞു വരുന്ന പാകത്തിൽ അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് മുളക് പൊടി ഒന്നും ചേർക്കില്ല കേട്ടോ. മല്ലിപ്പൊടി ചേർത്തതിന് ശേഷം 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിക്കൊടുത്ത് ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ കുക്ക് ചെയ്യാം. ചട്ടി കൂടുതൽ ചൂടാണെങ്കിൽ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നമ്മളിത് പാകത്തിന് മൂപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ഒരു മീഡിയം തക്കാളി ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. തക്കാളി പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു അല്പം ഉപ്പും കൂടി ചേർക്കാം. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. തക്കാളി നല്ലതുപോലെ സോഫ്റ്റായി കിട്ടണം. ഇടയ്ക്കൊന്ന് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യുകയാണെങ്കിൽ വേഗത്തിൽ ഇത് നല്ല സോഫ്റ്റായിട്ട് വെന്ത് കിട്ടും. ഇപ്പോൾ തക്കാളിയൊക്കെ നല്ല സോഫ്റ്റായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി നല്ലതുപോലെ മിക്സ് ചെയ്യാം. പുളിവെള്ളം ചേർത്തതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്ത് ഒന്ന് തിളപ്പിക്കുക. ഒന്ന് മൂടി വെച്ച് 2-3 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഈ ഗ്രേവിക്ക് തന്നെ നല്ലൊരു മണമാണ് കേട്ടോ വരുന്നത്. ഇനി മൂടി വെച്ച് നമുക്കൊരു 2 മിനിറ്റ് തിളപ്പിക്കാം. ഇപ്പോൾ പുളിവെള്ളമൊക്കെ നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. ഗ്രേവി നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന മുതിര ചേർത്ത് കൊടുക്കാം. നല്ല പഴം പോലെ വെന്തിട്ടുണ്ട് കേട്ടോ മുതിര. ഇതൊരു വിസിൽ വന്നതിന് ശേഷം ലോ ഫ്ലെയിമിൽ 1/2 മണിക്കൂർ വേവിച്ചെടുത്തതാണിത്. മെഴുക്ക് പുരട്ടിയൊക്കെ ഉണ്ടാക്കുന്നത് പോലെയല്ല നമ്മൾ ഈ പുളിങ്കറി വെക്കുമ്പോൾ മുതിര നന്നായിട്ട് വെന്ത് കിട്ടണം. എന്നാലേ കറിക്ക് നല്ല രുചി ഉണ്ടാവുള്ളൂ. ഗ്രേവിക്ക് നല്ല കൊഴുപ്പുണ്ടാവും. ഇനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. അപ്പോൾ അതിന് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. മുതിര വേവിച്ചത് ഉപ്പ് ചേർക്കാതെയാണ് കേട്ടോ. നിങ്ങൾ നിങ്ങളുടെ പാകത്തിനനുസരിച്ചുള്ള ഉപ്പ് ഈ സമയത്ത് ചേർക്കുക. ഇനി മൂടി വെച്ചിട്ടൊരു 3 മിനിറ്റ് നമുക്കൊന്ന് തിളപ്പിക്കാം. 3 മിനിറ്റിന് ശേഷം തുറന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് ഉപ്പും പുളിയൊക്കെ പാകമാണോ എന്ന് നോക്കാം. പോരാത്ത ഉപ്പൊക്കെ വേണമെങ്കിൽ നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കാം. ഗ്രേവിക്ക് കൊഴുപ്പ് പോരെങ്കിൽ സ്പൂൺ കൊണ്ട് ഈ പയറൊന്ന് ഉടച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് സ്റ്റവിൽ നിന്ന് മാറ്റാം. പിന്നെ താല്പര്യമുള്ളവർക്ക് ഇതിലേക്ക് പൊടിയായി അരിഞ്ഞ മല്ലിയില ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ കുറച്ച് കസൂരി മേത്തി നന്നായിട്ട് തിരുമ്മി പൊടിച്ച് ഇതിലേക്ക് ചേർത്താലും നല്ലതാണ്. നല്ല അടിപൊളി ടേസ്റ്റുള്ള ഈ മുതിര പുളിങ്കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്